ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായെന്ന സൂചനയാണത്. രാഹുലിനെ അറസ്റ്റ് ചെയ്തു എന്ന സൂചനകൾ വരുന്നു. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, കാസർഗോഡ് ജില്ലാ അതിർത്തിയിലേക്ക് കടന്നിട്ടുണ്ട്. സുള്യ ഭാഗത്ത് രാഹുൽ ഉണ്ട്, കോടതിയിൽ കീഴടങ്ങിയേക്കും എന്നൊക്കെ രാവിലെ തൊട്ട് സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ശ്രീജ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന ഒരു സൂചനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്രത്തോളം നാടകീയമായ നീക്കങ്ങൾ ഹോസ്ദുർഗ് കോടതിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. DYSP ഉൾപ്പെടെ വൻ പോലീസ് സന്നാഹം ഇവിടെ കാവലൊരുക്കുന്നു. ഏത് സമയത്തും അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ കോടതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട്. 2 ഗേറ്റാണ്, ആ 2 കവാടങ്ങളിലും വൻ പോലീസ് ഉണ്ട്. പക്ഷേ നാടകീയമായ നീക്കങ്ങളാണ്. ഇതിൽ പോലീസ് ഔദ്യോഗികമായി ഒന്നും തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ എത്തും. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് നൽകാനും സാധിക്കും. ഏതായാലും കോടതിയിൽ നമ്മളും കോടതിയിലുണ്ട്. 2 കവാടത്തിലും പോലീസ് ഇപ്പോൾ വൻ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ തൊട്ട് ഈ ഭാഗത്ത് ഹോസ്ദുർഗ് കോടതിയിലേക്ക് ഒരു പക്ഷേ രാഹുൽ കീഴടങ്ങാൻ എത്തും എന്ന രീതിയിലുള്ളൊരു സൂചന ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള ബൈജു ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെല്ലാം ആ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പോലീസ് ഫോർമേഷനും അല്ലെങ്കിൽ സുരക്ഷ കൂട്ടലും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം അവിടെ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ രാഹുലിനെയും കൊണ്ട് എന്തായാലും അങ്ങോട്ടേക്ക് പോലീസ് എത്തുന്നു, അല്ലെങ്കിൽ രാഹുൽ അങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. ഈ ഒരു തരത്തിൽ തന്നെ ഉറപ്പിക്കാം അല്ലേ? ശ്രീജ, സാങ്കേതികമായി നമുക്ക് നോക്കിയാൽ 5 മണിക്ക് ശേഷം കോടതിയിൽ കീഴടങ്ങുക, അത്തരത്തിൽ കീഴടങ്ങുക അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് കടക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു അറസ്റ്റ് എന്ന രീതിയിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും. കാരണം പോലീസിന്റെ സജ്ജീകരണം അത്രത്തോളം ഉണ്ട്. അതായത് ഒരു പ്രതിയെ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ ഏത് രീതിയിലാണോ സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കുക, അത്തരം ഒരു സുരക്ഷയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഒരു ബസ് നിറയെ പോലീസ് ഉണ്ട്. അതോടൊപ്പം ഏറ്റവും ഉന്നത DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇവിടെ ഇന്ന് പകൽ നമ്മൾ മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഏതൊക്കെ തരത്തിൽ DYSP ഉൾപ്പെടെയുള്ള അങ്ങനെ ഉദ്യോഗസ്ഥർ നമ്മളിവിടെ കണ്ടില്ല. പക്ഷേ ഒരു 6 മണിയോടുകൂടി, ഒരു 5:30യോടുകൂടി ഇത്തരത്തിൽ DYSP ഇവിടെ വന്ന് ഗേറ്റിൽ സുരക്ഷ ഒരുക്കുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ അറസ്റ്റിലായ വിവരം സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ നമുക്കിപ്പോൾ ഇവിടുത്തെ ഒരു നീക്കങ്ങൾ, പോലീസിന്റെ നീക്കങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായെന്ന ഒരു രീതിയിലേക്കാണ്. ആ രീതിയിലാണ് ഇപ്പോൾ ഒരുക്കങ്ങളെല്ലാം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഏത് സമയത്തും ഈ കോടതിയിലേക്ക് രാഹുലിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെയുണ്ട്. കീഴടങ്ങാൻ എത്തിയാൽ അങ്ങനെ ഇപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിൽ കീഴടങ്ങാൻ സാധിക്കില്ല. 5 മണി കഴിഞ്ഞാൽ, കോടതി സമയം കഴിഞ്ഞാൽ കീഴടങ്ങാൻ പറ്റില്ല എന്നാണ് അഭിഭാഷകർ ഉൾപ്പെടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ രാജപുരം ഭാഗത്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എപ്പോ തൊട്ടാണ് ബൈജു അങ്ങനെ ഒരു വിവരം വന്നു തുടങ്ങിയത്? ഇന്നലെ ഈ ബാംഗ്ലൂർ, തമിഴ്നാട്, ഇങ്ങനെ പല സ്ഥലങ്ങൾ പറഞ്ഞു കേട്ടു.